എളുപ്പത്തിൽ നമുക്കൊരു അയിലക്കറി വെക്കാം. അതിനായി അയില നന്നായി കഴുകി വൃത്തിയാക്കി എടുക്കുക. ഒരു മൺചട്ടി അല്ലെങ്കിൽ ഒരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് അല്പം എണ്ണ ഒഴിച്ച് കടുക്, ഉലുവ എന്നിവ ചേർക്കുക. കടുക് നന്നായി പൊട്ടി വരുമ്പോൾ ചെറുതായി അരിഞ്ഞു വച്ച ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എന്നിവ ചേർത്ത് ഒന്ന് വഴറ്റുക. ചെറിയ ഉള്ളി ആയിരിക്കും കൂടുതൽ ടേസ്റ്റ് നൽകുന്നത്. ഞാനിവിടെ അരമുറി സവാളയാണ് എടുത്തിരിക്കുന്നത്. സവാളയും അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ചേർത്ത് നന്നായിട്ട് യോജിപ്പിക്കുക. ആവശ്യത്തിന് ഉപ്പ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി. ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്. 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി എന്നിവ ചേർത്ത് നന്നായിട്ട് യോജിപ്പിക്കുക. പൊടികളുടെ എല്ലാം പച്ചമണം മാറുന്നവരെ ഒന്ന് മൂപ്പിക്കുക. മൂത്ത് വരുമ്പോൾ അതിലേക്ക് അരമുറി തക്കാളിയും 2 കുടംപുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ആ പുളിയും ആ വെള്ളവും ചേർത്ത് നന്നായിട്ട് തിളപ്പിക്കുക. തക്കാളി നന്നായിട്ട് വെന്ത് വരുന്നതിന് വേണ്ടി നമുക്കിതൊന്ന് അടച്ചു വെക്കാം. തക്കാളി എല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്ത് ഒന്നും കൂടി തിളപ്പിക്കാം. കറി ഒരുപാട് ഗ്രേവി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി വെള്ളം ചേർക്കുക. ഞാനിവിടെ 1.5 കപ്പ് വെള്ളമാണ് ചേർത്തിരിക്കുന്നത്. വെള്ളം നന്നായി തിളച്ചതിന് ശേഷം മാത്രം അതിലേക്ക് മീൻ കഷ്ണങ്ങൾ ഇടുക. മീൻ കഷ്ണങ്ങളെല്ലാം ഇട്ടതിന് ശേഷം അടപ്പ് അടച്ച് വെച്ച് തിളപ്പിച്ചെടുക്കുക. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് അടപ്പ് മാറ്റി ചുറ്റിച്ച് നോക്കണം. തവി ഇട്ട് കഴിഞ്ഞാൽ മീൻ കഷ്ണങ്ങൾ പൊടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ആവശ്യത്തിന് കുറുകി വരുമ്പോൾ നമുക്കിത് സർവ് ചെയ്യാം. നല്ല ചൂട് ചോറിനൊപ്പോ കപ്പയ്ക്കും ചക്കയ്ക്കും ഒപ്പമൊക്കെ നമുക്കിത് കഴിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന്